ഇത് എഡിറ്റ് ചെയ്ത് മൊത്തം ബ്ലർ ചെയ്ത് വെച്ചതാണ്. ഇതാരാന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ അല്ലല്ല, ഈ വീഡിയോ ഇറങ്ങി കഴിഞ്ഞിട്ട് ഓം എന്ന് പറയട്ടെ ഇത് ഞാനല്ല, ആ ബ്ലർ ചെയ്ത് വേറെ ആയിരുന്നു മുഖം എന്ന് പറയട്ടെ. അപ്പം ഞാൻ മുഖം ബ്ലറില്ലാത്ത ഞാൻ ഇതാക്കാം. അതാരായിരിക്കും? ഇങ്ങനൊരു ദിവസം ഒരിക്കലും വരല്ലേന്ന് ഞാൻ ആഗ്രഹിച്ചാടാ. ഈ നാറികൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നയാടാ. ഇപ്പുറത്തിരിക്കുന്ന ആരാന്ന് കണ്ടല്ലോ? ഇപ്പുറത്തിരിക്കുന്ന ആരാന്ന് കണ്ടല്ലോ? ബ്ലർ ചെയ്യാത്ത കാണിക്കണോ? അവൻ്റെ ജീവിതം പോവും. ഇത് കഴിഞ്ഞിട്ട് എന്താ അറിയോ? ഇതിൻ്റെ ബാക്കി എന്താ അറിയോ? മമ്മു എടുത്ത് എന്റെ അമ്മോ എന്തിനൊക്കെയാണ് ഞാൻ കാണുന്നത്? എന്റെ പൊന്നോ, ഡാർക്ക് ഓഫ് ദ ഡാർക്ക്. ഞാൻ എന്ത് പറയാൻ? ഇത് എങ്ങോട്ടാ പോണേ? ഇത് മയില് ഇത് നിങ്ങൾ നോക്കിക്കോ. ഇത് സംതിങ് ഔട്ട് ഓഫ് ദ ഈ സ്ട്രീമിംഗ് ഗെയിമിംഗ് കമ്മ്യൂണിറ്റിക്കൊക്കെ പുറത്തു പോകാൻ പോകുന്ന ഒരു സാധനമാണ് മയില്. ആലോചിക്കാൻ പോലും വയ്യടേ. എൻ്റെ ഉമ്മ സത്യം സിഗരറ്റോ കഞ്ചാവോ ഡ്രഗ്സോ വെള്ളമോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതെൻ്റെ ഉമ്മ അന്നും ഇന്നും പറഞ്ഞ കാര്യമാണ്. നീ എന്ത് വന്നാലും എന്തൊക്കെ ഇതിലായിപ്പോയാലും നീ അത് ഉപയോഗിക്കരുത്. പക്ഷെ അവിടുന്ന് ഇവൻ എന്നെ കൊണ്ട് ഡ്രഗ്സ് അടക്കം കുടിപ്പിക്കാൻ നോക്കി. എന്നടാ ഡ്രഗ്സ് കുടിപ്പിച്ച എങ്ങനെ? നിന്റെ കൈയും കാലും കെട്ടിട്ടിട്ട് വായിലൊഴിച്ചു തന്നാ? നിങ്ങളിപ്പോൾ ഓൾറെഡി ഷമീറിൻ്റെയും മമ്മൂൻ്റെയും വീഡിയോയിലൊക്കെ ഓരോ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അപ്പം അതിന് എൻ്റെ ഭാഗത്ത് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്താ രാമേന്ദ്ര പ്രശ്നം? ഞാൻ എന്താ പറയുക, മറ്റൊന്നുമില്ല. ഞാൻ അധികം മറച്ചു വെച്ചിട്ടോ നീട്ടി വെച്ച് സംസാരിക്കുന്ന ഒന്നുമില്ല. ഓ എന്താ സംഭവം പറ കേക്കട്ടെ. നോർമലി നമ്മളൊരു പട്ടി വിലയോ എന്താ പറയുക, പട്ടി വിലയാകുമ്പോൾ പട്ടിക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തിട്ട് ഇടയ്ക്കൊരു തലോടലെങ്കിലും തലയിൽ നമ്മൾ തലോടും. പക്ഷേ ഭയങ്കര മനസ്സ് സങ്കടത്തിലിരിക്കാൻ സന്തോഷ്, ഭയങ്കര മനസ്സില് നീ എന്നെ പറ്റിച്ചതാ. എന്താണ്, എന്ത് ഡ്രഗ്സ് ആണ് നീ കുടിച്ച? എനിക്കറിയാവുന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ ഉപയോഗിക്കുന്ന എനിക്കറിയാം. അവൻ കുടിപ്പിക്കുന്നതും കുത്തിക്കയറ്റുന്നതും മൂക്ക് വഴി കയറ്റുന്നതായിട്ടുള്ള ഡ്രഗ്സ് ഒന്നും ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് എനിക്കറിയത്തില്ല. സിഗരറ്റ് എല്ലാം വലിക്കുമായിരിക്കും. പിന്നെ എനിക്കറിയാത്ത ആൾക്കാരല്ല ഇവരാരും. നിങ്ങൾ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എപ്പോഴാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയത് മച്ചാ? എത്രയോ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു വിഷയം, ഈ ഗ്രൂപ്പ് ഉണ്ടായിട്ട് മുന്നോട്ട് പോകുമാരെല്ലാരും ചിന്തിക്കണം. ഗ്രൂപ്പിനകത്ത് പ്രശ്നം വന്നാൽ പോയി. ഒരു കാര്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ അത് അത്രയും സ്ട്രോങ് ആയിട്ടേ മുന്നോട്ട് പോകാൻ പറ്റൂ. യഥാർത്ഥ പണിയെന്ന് വെച്ചാല് നാട ഷഡ്ഡി അലക്കലാണ്. അതായത് റാംബോന്റെയും നിയാദിന്റെയും ഷഡ്ഡി അലക്കലാണ്. എതിര് വല്ലതും പറയാനൊക്കോ? സാറേ ഉള്ളുക്കപ്പെട്ടെ കാം ചോടുക്കർ ചലേ ജാസേ എന്നായിരിക്കും അടുത്ത ഡയലോഗ്. അതും ഒരു 3 ആഴ്ചക്കുള്ളിൽ അവന്റെ ഷഡ്ഡി അലക്കിയിട്ടില്ലെങ്കിൽ മുത്തിക്ക് അടി പോകും. മമ്മു തൊപ്പിയുടെ ഷഡ്ഡിയിൽ കഴുകിയല്ലോ, കുണ്ടിയൊന്നും കഴുകിയില്ലല്ലോ. അവൻ്റെ കൂടെ നടന്ന് കുറേ സാപ്പ അടിക്കലും പ്രശസ്തിയിലുണ്ടാക്കിയതല്ലേ. മമ്മു എന്തൊക്കെ വന്നാലും തൊപ്പിയുടെ ഷഡ്ഡിയിൽ കഴുകിയിട്ടുള്ളൂ, കുണ്ടിയൊന്നും കഴുകിയിട്ടില്ലല്ലോ.